വചനമൊഴി ഫെബ്രുവരി 18. വചനഭാഗം 1 യോഹന്നാൻ 2:12-17, ലൂക്കായുടെ സുവിശേഷം 14:25-35. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. വലിയ ജനക്കൂട്ടം ഈശോയോട് കൂടെ പോകുകയായിരുന്നു. അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു, സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, സ്വജീവനെ തന്നെ വെറുക്കാതെ എന്റെ അടുത്ത് വരുന്ന ആർക്കും എന്റെ ശിഷ്യരായിരിക്കാൻ സാധിക്കുകയില്ല. സ്വന്തം കുരിശു വഹിക്കാതെ എന്റെ പിന്നാലെ വരുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഗോപുരം പണിയാൻ ആഗ്രഹിക്കുമ്പോൾ അതിന്റെ പൂർത്തീകരണത്തിനുള്ള വക തനിക്കുണ്ടോ എന്ന് ഇരുന്നതിന്റെ ചെലവ് ആദ്യമേ കണക്ക് കൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട്? അല്ലെങ്കിൽ അടിത്തറ ഇട്ട് കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിക്കാൻ തുടങ്ങും. അവർ പറയും, ഈ മനുഷ്യൻ പണി തുടങ്ങി, പക്ഷേ മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ രാജാവിനോട് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ 20,000 വരുന്നവനെ 10,000 കൊണ്ട് നേരിടാനാകുമോ എന്ന് ആദ്യമേ ഇരുന്നാലോചിക്കാത്തത് ഏത് രാജാവാണ്? അത് സാധ്യമല്ലെങ്കിൽ അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കും. ഇതുപോലെ സ്വന്തമായുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എന്റെ ശിഷ്യനാകുക സാധ്യമല്ല. ഉപ്പ് നല്ലത് തന്നെ, പക്ഷെ ഉറകെട്ടുപോയാൽ എങ്ങനെ ഉറ കൂട്ടും? അത് നിലത്തിനോ വളത്തിനോ ഉപകരിക്കുകയില്ല. മനുഷ്യനത് പുറത്തെറിഞ്ഞ് കളയുന്നു. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, മിശിഹായുടെ അനുയായിക്ക് ഉണ്ടായിരിക്കേണ്ട മനോഭാവത്തെയാണ് ഇന്ന് വിശുദ്ധ സുവിശേഷം എടുത്തു പറയുന്നത്. മിശിഹായെ അനുഗമിക്കുന്നവൻ എല്ലാറ്റിനും ഉപരിയായി മിശിഹായെ സ്നേഹിക്കുന്നവനായിരിക്കണം. എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക, അവന്റെ കൽപ്പനകൾ പാലിക്കുക, അത് ജീവിക്കുന്നവനായിരിക്കണം മിശിഹായുടെ അനുയായി. ആ കാര്യം വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഈശോ ഈ തിരുവചനം പറയുന്നത്. മിശിഹായെ അനുഗമിക്കുന്നതിന് വിവേകത്തോടുകൂടി പ്രവർത്തിക്കണം എന്ന കാര്യവും ഈശോ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നു. സ്വന്തമായുള്ളത് എല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എന്റെ ശിഷ്യനാകുക സാധ്യമല്ല. മിശിഹായുടെ ശിഷ്യത്വത്തിലേക്ക് വരുമ്പോൾ എല്ലാറ്റിനേക്കാൾ ഉപരിയായിട്ട് മിശിഹായിക്ക് സ്ഥാനം നൽകണം, എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം എന്ന സന്ദേശമാണ് തിരുവചനം നമ്മോട് പറയുന്നത്. ഉപ്പ് ഉറ ഉള്ളപ്പോൾ നല്ലതായിരിക്കുന്നത് പോലെ, ഉറ നഷ്ടപ്പെട്ടു പോയാൽ ഉപ്പിന്റെ ഗുണം ഇല്ലെന്നായി മാറുന്നത് പോലെ, ക്രിസ്തീയ ശിഷ്യത്വം വളരെ നല്ലതാണ്, സുവിശേഷമാണ്, അതൊരു ജീവിത ശൈലിയാണ്. ഉപ്പിന്റെ ഉറ പോലെ ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ ഉറയാണ് ജീവിത ശൈലി, പ്രവൃത്തികളിലൂടെ സുവിശേഷമാകുന്നത്. അത് ഇല്ലെന്നായാൽ ഉപ്പ് ഉറകെട്ട പോലെയാകും ക്രിസ്തീയ ശിഷ്യത്വവും. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.